ഒരു മഴക്കാലം തീർത്ത ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന കേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ദിനമാണിന്ന് ഓഗസ്റ്റ് 8. 7 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസത്തിലാണ് കേരളത്തെ ഞെട്ടിച്ച് കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായത്. കവളപ്പാറയിൽ 59 പേർക്കും പുത്തുമലയിൽ 17 പേർക്കുമാണ് ജീവൻ നഷ്ടമായത്. ഓഗസ്റ്റ് 8 കേരള ചരിത്രത്തിൽ അന്നൊരു കറുത്ത ദിനമായിരുന്നു. വൈകുന്നേരം 4 വയനാട് മേപ്പാടി പുത്തുമലയ്ക്കു സമീപത്തെ പച്ചക്കാട് മലയൊന്നാകെ കുത്തിയൊലിച്ച് താഴേക്ക് പതിച്ചു. കൂറ്റൻ പാറക്കെട്ടുകളും മരങ്ങളും മണ്ണും കുത്തിയൊലിച്ചെത്തിയതോടെ പുത്തുമല ഗ്രാമം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി. 17 ജീവനുകൾ മണ്ണെടുത്തു. ഇതിൽ 5 മനുഷ്യർ ഇന്നും കാണാമറയത്താണ്. 70ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. 22 വീടുകൾ ഭാഗികമായും. പോസ്റ്റ് ഓഫീസും ആരാധനാലയങ്ങളും എസ്റ്റേറ്റുകളും അങ്ങനെ ജീവിതത്തിന്റെ അടയാളങ്ങളെല്ലാം മണ്ണെടുത്തു. ദുരന്തങ്ങൾ അവിടെയും തീർന്നില്ല. രാത്രി 8 മണിയോടെ മലപ്പുറം നിലമ്പൂരിൽ മുത്തപ്പൻ മലയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് മിന്നൽ വേഗത്തിൽ കുത്തിയൊലിച്ചു വന്ന് കവളപ്പാറയെ ഇല്ലാതാക്കി. വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും നഷ്ടമായതോടെ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി പിറ്റേന്ന് രാവിലെ മാത്രമാണ് ലോകമറിഞ്ഞത്. വഴികളെല്ലാം മലവെള്ളം മൂടിയതോടെ പിറ്റേന്ന് ഉച്ചയോടെയാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും ഇവിടേക്ക് എത്താനായത്. 19 ദിവസം നീണ്ട കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും കണ്ടെത്താനായത് 48 മൃതദേഹങ്ങൾ മാത്രം. 11 പേർ മണ്ണിനടിയിൽ ഇപ്പോഴുമുണ്ട്. കവളപ്പാറയ്ക്കും പുത്തുമലയ്ക്കും ശേഷവും കേരളത്തെ കണ്ണീരിലാഴ്ത്തി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു. ശാശ്വത പരിഹാരങ്ങളോ മുന്നൊരുക്കമോ ഇല്ലാതെ വീണ്ടും നമ്മൾ ദുരന്തമുഖത്ത് അന്താളിച്ചു നിൽക്കുകയാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.